ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴം വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റിയ അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ 2 അച്ച് ശർക്കര ഒരു 1.5 കപ്പ് വെള്ളത്തിലൊന്ന് അലിയിച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് ഇതെല്ലാം അലിഞ്ഞ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. തിളച്ച് കിട്ടിയാൽ മതി. പിന്നെ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഒന്ന് അരിച്ച് മാറ്റാം കേട്ടോ, എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി. പിന്നെ ഇതാ 2 പഴം ഇതുപോലെ ചെറുതായി കട്ടാക്കിയിട്ട് നമുക്കതൊന്ന് വാട്ടിയെടുക്കണം. 2 പഴം തന്നെ എടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇത് സാധാരണ നമ്മൾ പഴം വാട്ടിയെടുക്കുന്നത് അതുപോലെ തന്നെ വാട്ടിയെടുക്കാം. അത്യാവശ്യം നല്ല വലുപ്പമുള്ള 2 പഴമാണ് എടുത്തിട്ടുള്ളത്. എല്ലാ പഴവും ഒരുപോലെ തന്നെ നല്ലപോലെ ഒരു യെല്ലോ കളറായിട്ട് നല്ലൊരു പഴന്ന് നല്ലൊരു കുഴഞ്ഞ രൂപമാകുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. നിങ്ങൾക്ക് ഇതിന് പകരം മൈദപ്പൊടി എടുക്കുക. ഇതിപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ ഇവിടെ 1 കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി വേണ്ടത് നമ്മളിപ്പോൾ ശർക്കര ഉരുക്കിയെടുത്തിട്ടില്ലേ, അതൊന്ന് അരിച്ചെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് വിസ്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആ വെള്ളം ഫുള്ളായിട്ട് നമ്മൾ ഇതിൽ ഒഴിക്കുന്നുണ്ട്. കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു മാവിന് കറക്റ്റാണ് കേട്ടോ, ശർക്കര വെള്ളം കറക്റ്റാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഈ ഗോതമ്പ് പൊടി ഒന്ന് മിക്സായ ശേഷം നമുക്കിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. കട്ടകളൊന്നുമില്ലാതെ മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര തന്നെ പഴം വേണം കേട്ടോ, എന്നാലും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓരോ ഭാഗവും നമുക്ക് എടുക്കുമ്പോൾ പഴം അത്യാവശ്യം ഉണ്ടാകണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായത് കഴിക്കാൻ. അപ്പോൾ ചെറു ചൂടോട് തന്നെ കഴിക്കാം കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിന് നമുക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രമോ ഏതെങ്കിലും ആയിട്ട്, ഞാൻ ഇപ്പോൾ ഇവിടെ കേക്കിൻ്റെ ഈ ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മുന്തിരി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഴം വാട്ടിയില്ല, ആ സമയത്ത് തന്നെ മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് മൊരിച്ചിട്ട് ഇട്ടുകൊടുത്താലും മതി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ലെവലാക്കി എടുക്കാം കേട്ടോ. സമയത്ത് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒന്നും ഇടുന്നില്ല കേട്ടോ. എല്ലാതെയും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഞാൻ പറഞ്ഞ പോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇടുന്നെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അതിന് നമുക്കിത് ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കേണ്ടത്. നമുക്കിവിടെ ഒരു 25 മിനിറ്റിന് ശേഷം ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുകൾ ഭാഗം ആദ്യം ഒന്ന് ഒട്ടുന്ന പോലെ ഉണ്ടാവും കേട്ടോ, പിന്നെ അത് ചൂടാറുമ്പോൾ ശരിയാവും. അപ്പോൾ അതാ നമ്മളെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചെറു ചൂടോടുകൂടി കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പോൾ ആവിയിൽ വേവിച്ച പലഹാരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് തീർച്ചയായും ഇത് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഈ ഒരു പലഹാരം എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.